കരൾ രോഗങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ലിവർ ട്രാൻസ്പ്ലാന്റ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഫാദിൽ എച്ച് വീരാൻകുട്ടി സംസാരിക്കുകയാണ്. ഫാമിലി ഡോക്ടർ ഈസ് കമ്മിങ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫാറ്റി ലിവറാണ്. പിന്നെ സിറോസിസ്. ഫാറ്റ് ലിവർ തന്നെയാണ് അത് മൂർധന്യാവസ്ഥയിൽ അത് സിറോസായി മാറുന്നത്. പക്ഷേ സിറോസ് തന്നെ വീണ്ടും രണ്ട് സ്റ്റേജായി തിരിക്കാം: കോമ്പൻസേറ്റഡ് സിറോസിസ് ആൻഡ് ഡീകോമ്പൻസേറ്റഡ് സിറോസിസ്. അപ്പോൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഫാറ്റി ലിവർ എന്നൊരവസ്ഥയിൽ കണ്ടുപിടിക്കുകയാണെങ്കിലും ലിവറിന് ഫൈബ്രോസ് എന്ന അടുത്ത സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിലും ഈവൻ ഏർലി സിറോസിൽ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു വിദഗ്ധ ഒരു ലിവർ സ്പെഷ്യലിസ്റ്റിനെ കാണുകയാണെങ്കിൽ അത് നമുക്ക് സാധാ ലിവർ സ്റ്റേജിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. അതിന് ഒരു വില കൂടിയ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ആഹാര രീതിയുമെല്ലാം കറക്റ്റ് ചെയ്തെടുത്താൽ ഒരു പരിധിവരെ നമുക്ക് ലിവർ സിറോസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിന് തടയാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇതിന് റിസ്ക് ഫാക്ടർ ഉള്ളത്, അതായത് അമിതവണ്ണം, ഡയബറ്റീസ്, ആൽക്കഹോളിൻ്റെ ഉപയോഗം, മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖം വന്നവർ, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് B, C എന്ന അസുഖം വന്നവർ റെഗുലറായിട്ട് ഒരു ലിവർ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ടിട്ട് അവരുടെ സ്കാനുകളും ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തിട്ട് അത് ഏത് സ്റ്റേജിലാണ് ലിവറിൻ്റെ അസുഖമുള്ളതെന്ന് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ശരിയായുള്ള രീതിയും ഭക്ഷണ രീതിയും വ്യായാമവും റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലിവറിൻ്റെ അസുഖം ഒരു മാരക സ്റ്റേജിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.